അത് ഡെയിലി ചിന്തിക്കും. എവറി മൊമെൻറ്റ്, എവറി ഡേ, എവറി മൊമെൻറ്റ് എനിക്ക് ആ ചിന്ത വരുന്നുണ്ട്. എനിക്ക് അത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്കിങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ടായിരുന്നു, ശരിക്കിത് റിയാലിറ്റി ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉള്ളിൽ സെൽഫ് ക്വസ്റ്റ്യനിങ്. ആദ്യം ഞാൻ അതർ ലാംഗ്വേജസ് ചെയ്യുമെന്നുള്ളൊരു തോട്ടിലൊന്നും അല്ല. എനിക്കതൊന്നും അറിയില്ല. ഒരു പടം ചെയ്ത് കിട്ടിയാൽ വലിയ കാര്യം, ഒരു പടം 2 പടം 3 പടം അങ്ങനെയൊക്കെയായിരുന്നു. ഒരു പടം ചെയ്താൽ ഭാഗ്യം, അല്ലെങ്കിൽ രണ്ടാമത് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം, മൂന്നാമത് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തതേ ഇല്ല. പക്ഷെ ഒരു പടം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് തമിഴിൽ ഓഫർ വന്നു. തമിഴിൽ ഓഫർ വന്നപ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ചെയ്യണോ, എനിക്കറിയാത്ത ഭാഷ, എനിക്കറിയാത്ത ആളുകൾ, ചെയ്യണോ വേണ്ട എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ കുറേയൊക്കെ അവർ കമ്പൽ ചെയ്തു. അവർ പറഞ്ഞു അവിടെ വന്നു കഴിഞ്ഞാൽ അവരൊരു ഹോംലി ഫീലൊക്കെ തരാം, പിന്നെ എന്താ പറയുക, അത് ലാംഗ്വേജ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു സാധാരണ ആളുകൾക്കുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. എനിക്കപ്പോൾ അതൊക്കെ ആ ഡൗട്ട്സൊക്കെ ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും ചെയ്യില്ല. സോ ആ ഒരു കണ്ടീഷനോടുകൂടി തന്നെയാണ് തമിഴ് ചെയ്യാൻ എഗ്രി ചെയ്തത്. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇവരുടെയൊക്കെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് പടം ചെയ്തപ്പോൾ എന്താ പറയുക, റണ്ണൊക്കെ ചെയ്തപ്പോൾ ഡെഫിനറ്റ്ലി ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാനറിവില്ല ഭവാന്റെ മോഹന ഗാനാലാപന ശൈലി, നിവൃതം ഞാനതു കേൾപ്പു സതതം, നിതാന്ത വിസ്മയശാലി. പാടമൊന്നൊരു വിലാപത്തിന് ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് മുസ്ലിംസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ളൊരു സബ്ജക്റ്റാണെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം എങ്ങനെയെന്നൊരു പിടുത്തവും ഇല്ലായിരുന്നു. പിന്നെ അവിടെ ഞാൻ ചെന്നു, ഒരാഴ്ച അതായത് അവിടുത്തെ ആ പ്രദേശത്തൊക്കെ നിന്ന് കുറേ, അതായത് മലപ്പുറത്തൊക്കെ നിറയെ മുസ്ലിങ്ങളില്ല, അവരെയൊക്കെ കണ്ട്, പിന്നെ മോദന്തായിട്ട് നമ്മുടെ സ്റ്റോറിയാണല്ലോ, നമ്മുടെ സബ്ജക്റ്റാണല്ലോ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇൻവോൾവ് ആവേണ്ടത്. നമ്മൾ സബ്ജക്റ്റിൽ വൺസ് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തന്നെ വരും. ഇതൊക്കെ ബേസിക്കലി ഇത് ഒരു ഹ്യൂമൻ ഇമോഷൻസിനെ ബേസ് ചെയ്താണ്. സോ അത് വെദർ ഇറ്റ്സ് എ ക്രിസ്ത്യൻ ഓർ എ മുസ്ലിം ഓർ എ ഹിന്ദു, ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രശ്നങ്ങളും അവരുടെ ഇമോഷൻസൊക്കെ ഒന്ന് തന്നെയാണ്. സോ അത് ഒരു മുസ്ലിം കുട്ടിയായെന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ആ ട്രഡീഷനൊക്കെ കുറച്ചൊക്കെ അറിയാൻ പറ്റി. ബെസ്റ്റ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളത് 60s, 70s, 80s. പിന്നെ അതങ്ങോട്ട് ഡിമിനിഷിങ് ആവാൻ തുടങ്ങി 90s. ഒരു 95 ആയതോടെ അതിനങ്ങോട്ട് കുറഞ്ഞു. പിന്നെ ഒരു ജസ്റ്റ് ബിഫോർ 2000 അതിനില്ലായിരുന്നു, തീരെ ഇല്ലാണ്ടായിപ്പോയി ഫീമെയിൽ ഇമ്പോർട്ടൻസ്. പിന്നെ ഞാൻ വന്നത് 2002 ആണെന്ന് തോന്നുന്നു. ഞാൻ വന്നപ്പോഴും അങ്ങനെ വലിയൊരു ഇതൊന്നും ഇല്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ ബെറ്റർ ആവുന്നുണ്ട്. അതായത് ഞാൻ ചെയ്യുന്ന ഭാഗ്യം എന്ന് പറയാം, അത് ദൈവാനുഗ്രഹം എന്ന് പറയാം. എനിക്ക് നല്ല ഡയറക്ടേഴ്സിനോടൊക്കെ വർക്ക് ചെയ്യാൻ കിട്ടി. അതുകൊണ്ട് അവരൊക്കെ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടേഴ്സ് നന്നായി, ചെയ്ത പടങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് ഇമ്പോർട്ടൻസ് ഒക്കെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി.